അഴീക്കോട് മണ്ഡലം 6 ലോക്കൽ ബോഡികളിലാണ്. കണ്ണൂർ കോർപ്പറേഷന്റെ കുറച്ച് വാർഡുകളും ബാക്കി 5 പഞ്ചായത്തോട് ചേർന്ന അഴീക്കോട് മണ്ഡലം. അഴീക്കോട് മണ്ഡലത്തിന്റെ വോട്ടുകൾ നോക്കിയാൽ UDF ആണ് ലോക്കൽ ബോഡിയിലുള്ള വോട്ടിൽ ഫ്രണ്ട് നിൽക്കുന്നത്. 54,255, 55,000 വോട്ടോളം ഉള്ളപ്പോൾ LDFന് 52,000 വോട്ട്. തുല്യശക്തികൾ ചെറിയൊരു അഡ്വാൻറ്റേജ് മാത്രം, ഒരു 2,000 വോട്ടിൽ താഴെ വോട്ടിനാണ്. 2,000 വോട്ടിന് UDF ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം BJPക്ക് 13% വോട്ട്, അവിടെ ഒരു പ്രസൻസ് ഉണ്ട്. 10% കൂടെ വോട്ടുണ്ട്, 17,730. സ്വതന്ത്രരും മറ്റുള്ളവരും കൂടെ ഒരു 11,000 വോട്ടും വെളിയിൽ കിടപ്പുണ്ട്. മെമ്പർമാരെ നോക്കിക്കഴിഞ്ഞാൽ LDF 55, UDF 50. അതായത് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ LDFന് വോട്ട് കുറവാണെങ്കിലും മെമ്പർമാർ കൂടുതലാണ്, 5 മെമ്പർമാർ കൂടുതലാണ്. NDAക്ക് ഉണ്ട് 7 പേര്, അതേഴ്സ് സ്വതന്ത്രമായിട്ട് 5 പേര്. ഇതിന്റെ അഴീക്കോടിന്റെ ചരിത്രവും ഇപ്പോഴുള്ള കാൻഡിഡേറ്റിനെ കുറിച്ചൊക്കെ നോക്കാം. 2011 മുതൽ ലീഗിന്റെ മണ്ഡലമാണ്, ലീഗാണ് മത്സരിക്കുന്നത് UDFല്. LDFന് CPM തന്നെയാണ് മത്സരിക്കുന്നത്. BJP തന്നെ നേരിട്ട് മത്സരിക്കുന്നത്, ഘടകകക്ഷികളല്ല. 2021-ലും 2026-ലും KM ഷാജിയാണ്, അദ്ദേഹം ലീഗിന്റെ നേതാവാണ്, ജയിച്ചിരിക്കുന്നത്. ഇപ്പം 2016-ല് നികേഷ് കുമാറിനെ തോപ്പിച്ചിട്ടാണ് അദ്ദേഹം ജയിച്ചത്. പക്ഷെ 2021-ൽ CPM LDF ലീഗിനെ തോപ്പിച്ചു, UDFനെ തോപ്പിച്ചു. സിറ്റിംഗ് MLA KM ഷാജിയെ തോപ്പിച്ച് KV സുമേഷാണ്, അദ്ദേഹമാണ് ഇപ്പോഴത്തെ MLA. BJP ഒരു 15,000 വോട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇപ്പോഴത്തെ 2026-ലെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് KV സുമേഷ്, അദ്ദേഹം തന്നെ സിറ്റിംഗ് MLA ആണ് മത്സരിക്കുന്നത്. ലീഗിന്റെ കാൻഡിഡേറ്റ് മാറിയിട്ടുണ്ട്, കരീം ചേളരി വന്നിട്ടുണ്ട്. BJPയുടെ KK വിനോദ് കുമാർ. നമ്മൾ അതിന്റെ ഒരു അനാലിസിസ് നോക്കുവാണെങ്കിൽ ഒരു ലീഗിന്റെ ഒരു സിറ്റിംഗ് സീറ്റായിരുന്നു. കഴിഞ്ഞ ഒരു തവണ മാത്രമാണ് LDF ഒരു അഡ്വാൻറ്റേജ് എടുത്തത്. അത് ഇപ്പോഴത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴും ലീഗിന് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പൊ എന്തായാലും ഈ വരുന്ന സ്റ്റേറ്റ് ഇലക്ഷനിൽ ഭരണവിരുദ്ധ വികാരം കൊണ്ട് LDFന്റെ വോട്ടുകൾ കുറവ് വരും. അതുകൊണ്ട് ലീഗ് അത് നിലനിർത്തും. UDF അഴീക്കോട് ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. BJPയുടെ വോട്ട് 10,000 കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം, കുറച്ചുകൂടെ കൂട്ടുമായിരിക്കും, 20,000 ക്രോസ് ചെയ്തായിരിക്കാം. എന്തായാലും അത് ഈ അഴീക്കോട് എന്ന് പറയുന്നത് ലീഗ് ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.